നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ജ്ഞാനം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. വിസ്ഡം അഥവാ ജ്ഞാനം എന്നത് വെറും അറിവ് മാത്രമല്ല, അത് അറിവിനെ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രയോഗിക്കാനുള്ള ഒരു കഴിവായി മാറുന്നു. ലളിതമായി പറഞ്ഞാൽ നോളജ് അഥവാ അറിവ് എന്നത് എന്താണെന്ന് അറിയുന്നത് ആണ് വിസ്ഡം. എന്നാൽ വിസ്ഡം അഥവാ ജ്ഞാനം എന്നത് ജീവിതത്തിൽ അത് എങ്ങനെ, എപ്പോൾ, എവിടെ പ്രയോഗിക്കണമെന്ന് മനസ്സിലാക്കുന്നതാണ്. ജ്ഞാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഠനത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊള്ളുന്ന ജീവിതാനുഭവം വിവേകം നമുക്ക് തരുന്നു. വിവേകത്തിൽ കൂടി തീരുമാനമെടുക്കുമ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകുന്നു. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിൽ എങ്ങനെ ബാധിക്കും എന്ന് കണക്കാക്കി നമുക്ക് ഒരു ഭാവി കാഴ്ച മുൻകൂട്ടി ലഭിക്കുന്നു. ആളുകളെയും സാഹചര്യങ്ങളെയും സഹാനുഭൂതിയോടെ കാണുന്നത് വഴി കരുണയും മനസ്സിലാക്കലും ഉൾക്കൊള്ളുന്നു. വികാരങ്ങൾ നിയന്ത്രിച്ച് സമത്വത്തോടെ പ്രതികരിച്ച് സ്വയം നിയന്ത്രണം സ്വായത്തമാക്കുന്നു. ജ്ഞാനത്തിൻ്റെ അഭാവം മൂലം സംഭവിക്കുന്ന വലിയ ജീവിത പിഴവുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. വികാരാധീനമായി അല്ലെങ്കിൽ അടിയന്തരമായി എടുത്ത തീരുമാനങ്ങൾ പിന്നീട് വലിയ നഷ്ടങ്ങളായി തീരാം. അത് തെറ്റായ തീരുമാനങ്ങളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് സാമ്പത്തികമായി തെറ്റായ നിക്ഷേപം ചെയ്യുക, തെറ്റായ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പങ്കാളികളെ തിരഞ്ഞെടുക്കുക, ഇങ്ങനെ തുടങ്ങി പലതും സംഭവിക്കുന്നു. കരുണ, സഹാനുഭൂതി, ക്ഷമ ഇവയില്ലാത്തതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും വമ്പിച്ച തർക്കമായി മാറുന്നു. മനസ്സിലാക്കാതെ വിധി എഴുതുന്നത് ബന്ധങ്ങളെ ദീർഘകാലം നശിപ്പിക്കും. അങ്ങനെ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. വിവേകമില്ലാതെ സമ്മർദ്ദത്തിൽ തെറ്റായ പ്രതികരണം നൽകുക പ്രശ്നത്തെ വഷളാക്കുകയും പരിഹാരം വൈകിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലാതെയായി പോകുന്നു. മുൻകൂട്ടി ഫലങ്ങൾ കണക്കാക്കാതെ പ്രവർത്തിക്കുന്നത് ആരോഗ്യത്തെയും മാനസിക ശാന്തിയെയും കരിയറിനെയും തകർക്കും. ഉദാഹരണത്തിന് അധിക ചിലവ്, മദ്യം, മയക്കുമരുന്ന് മുതലായവയുടെ ഉപയോഗം, അപകടകരങ്ങളായ ബന്ധങ്ങൾ തുടങ്ങി പലതും സ്വയം തകർത്തുകൊണ്ടുള്ള ജീവിതശൈലി ഉണ്ടാക്കുന്നു. വിജയവും പണവും മാത്രം പിന്തുടർന്ന് സന്തോഷവും മാനസിക സമാധാനവും അത് നഷ്ടപ്പെടുത്തുന്നു. അവസാനം എന്തിനായിരുന്നു ഈ ഓട്ടം എന്ന ശൂന്യത നമുക്ക് ഉടലെടുക്കുന്നു. അതുമൂലം ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ജ്ഞാനം വളർത്താനുള്ള പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം. ജീവിതാനുഭവങ്ങളിൽ നിന്നും പഠിക്കുക. ഓരോ അനുഭവവും നല്ലതോ മോശമോ ഒരു പാഠമായി കാണുക. തെറ്റുകൾ ചെയ്താൽ അതിൽ നിന്ന് പഠിക്കുക. അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ശ്രദ്ധയോട് കേൾക്കുക. സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിവേകത്തോട് തീരുമാനമെടുക്കുക. വികാരാധീനമായി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. സമയമെടുത്ത് വിശകലനം ചെയ്യുക. ഇതെൻ്റെ ഭാവിക്ക് നല്ലതാണോ എന്ന് സ്വയം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യുക. വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. വിവിധ വിഷയങ്ങളിൽ പുസ്തകങ്ങൾ, ചരിത്രം, സംസ്കാരം, ശാസ്ത്രം ഇവയെല്ലാം പഠിക്കുക. പുതിയ അറിവുകൾ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക. സ്വയം വിശകലനം ചെയ്യുക. ദിവസത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ഇന്ന് ചെയ്തതിൽ എത്രത്തോളം ശരികൾ ഉണ്ടായിരുന്നു എന്ന് സ്വയം ചിന്തിക്കുക. തികഞ്ഞ സത്യസന്ധതയോടെ സ്വയം വിലയിരുത്തുക. കരുണയും സഹാനുഭൂതിയും വളർത്തുക. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും ആവശ്യത്തിന് സഹായിക്കാനും തയ്യാറാകുക. വിധി എഴുതുന്നതിന് മുമ്പ് അവരുടേതായ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. മാറ്റങ്ങൾക്ക് തുറന്ന മനസ്സാക്ഷിയോടെ വാതിൽ തുറന്നു കൊടുക്കുക. കാലത്തിനനുസരിച്ച് ചിന്തകളും രീതികളും പുതുക്കുക. എനിക്കെല്ലാം അറിയാമെന്ന മനോഭാവം ഒഴിവാക്കുക. ജ്ഞാനമില്ലാത്ത ജീവിതം ഒരു സ്റ്റിയറിംഗ് ഇല്ലാത്ത കപ്പൽ പോലെയാണ്. എവിടേക്ക് പോകുന്നു എന്നറിയാതെ തിരകളിൽ കൂടി അലഞ്ഞു തിരിയുന്നത് നമുക്ക് കാണാം. ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ പലപ്പോഴും ജ്ഞാനശൂന്യരായവരെയും ജ്ഞാനശാലികളെയും എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.